കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരശേഷം സെർജിയോ ലൊബേര പറഞ്ഞൊരു കാര്യമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 100 നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ഫൈനലി നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു വിജയത്തിന് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഒരു 30 മിനിറ്റ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു മാച്ച് സുഖമായിട്ട് വിജയിക്കുമെന്ന്. പക്ഷേ ഒഡീഷ അവരുടെ കറക്റ്റ് സ്വഭാവം പുറത്തെടുത്തു. കാരണം നമുക്ക് എപ്പോഴും അറിയാം ഒഡീഷ ഉറപ്പായിട്ടും തിരിച്ചടിക്കാൻ ശക്തിയുള്ളൊരു ടീമാണ്. നമ്മുടെ പ്ലേ ഓഫിൽ അവർ അങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്. നമ്മളാണ് അധികം ഗോൾ അടിച്ചത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ മികച്ച പെർഫോമൻസും ഉണ്ട്. അത് സെക്കൻഡ് ഹാഫ് എന്ന് പറയാൻ പറ്റില്ല. ചില പീരീഡ് ഒരു 10 മുതൽ ഒരു 15 മിനിറ്റിൽ ഏതെങ്കിലും ഒരു പീരീഡ് അവർ നല്ലോണം കളിക്കുകയോ അവിടെ ഒരു ഗോൾ അടിക്കുകയും ചെയ്യും. സോ അതാണ് ഒഡീഷയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെ അവർ മത്സരം സമനിലയിൽ കൊണ്ടാക്കി എന്ന് തന്നെ പറയാം. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സെർജിയോ ലൊബേര പറഞ്ഞ കാര്യം അതായത് കറക്റ്റ് ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ആ ഒരു 2 ഗോൾ അടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്ന രീതി എന്ന് പറയുന്നത് വളരെയധികം മികച്ചയായിരുന്നു. പക്ഷേ ആ ഒരു 2 പോയിൻറ്റ് ഞങ്ങൾക്ക് ലൂസായി. അതായത് സമനിലയാകുമ്പോൾ 1 പോയിൻറ്റ് കിട്ടും, അല്ലെങ്കിൽ മറ്റേ 3 പോയിൻറ്റ് കിട്ടും. സോ ആ ഒരു 3 പോയിൻറ്റിൻ്റെ 2 പോയിൻറ്റ് ഞങ്ങൾക്ക് ലൂസായി. സോ അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് കൊണ്ടെന്ന് സെർജിയോ ലൊബേര എടുത്ത് പറയുന്നുണ്ട്. സോ അവരുടെ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ ചില അവസരങ്ങൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. ചില ഉന്തലും തള്ളലും നമ്മളെ ഡ്രിഞ്ചിച്ച് നമ്മുടെ ഡിനാമോച്ച സന്ദീപൊക്കെ താരങ്ങളുടെ ചെറിയൊരു ഉന്തലും തള്ളലും കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ സുഖമായിട്ട് ബൂമോസും റോഹിത് കൃഷ്ണയും ഗോൾ അടിക്കാവുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. സോ സച്ചിൻ സുരേഷ് കുറച്ച് ഫോം ഔട്ടായ പോലെ തോന്നുന്നുണ്ട്. സോ എന്തായാലും കുറച്ച് പരിക്കും അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ സച്ചിൻ സുരേഷ് കാണുന്നുണ്ട്. സോ എന്തായാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, സെർജിയോ ലൊബേര പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഞങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു 2 ഗോൾ അടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ആ ഒരു 3 പോയിൻറ്റ്, അതായത് വിജയിക്കാൻ ഈ ഒരു കളി സാധിക്കാത്തത് വിഷമമുണ്ടെന്നും സെർജിയോ ലൊബേര പറയുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തീർച്ചയായും അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ.